സത്യം പറയല്ലോ പത്താൻ്റെ VFX അല്ലെങ്കിൽ പത്താൻ സിനിമ എനിക്ക് അത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് മൂവിയേ ഉള്ളൂ. പത്താനായാലും ശരി, ജവാനായാലും ശരി, വേറെ കൊണ്ടോ. പക്ഷേ ഇത് കാണേണ്ട പടം, ക്വാളിറ്റി പടം. അടിപൊളി ഇന്ത്യൻ ബേസ് ആമേ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് വാർ ആൻഡ് പത്താൻ. ബോളിവുഡിൽ നിന്നും ഋത്തിക് റോഷൻ്റെ ഒരു ഏരിയൽ ആക്ഷൻ മൂവി ഫൈറ്റർ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഔട്ട് ഓഫ് 5 നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ഫൈറ്റർ റിവ്യൂയിലേക്ക്. ഈ ഒരു പാറ്റേണിൽ കുറേ ഇത് വന്നിട്ടുണ്ടല്ലോ, ഫൈറ്റ് സ്റ്റോറി, ആർമി ബേസ്ഡ് ഒക്കെ. അതിൽ ആണ്. പക്ഷെ എന്തുകൊണ്ടും ബോളിവുഡിൽ നിന്ന് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സിനിമ ഞാൻ സമീപകാലത്ത് കണ്ടിട്ടില്ല. ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഇല്ലേ, അതൊരു അത്യം നല്ല ക്വാളിറ്റി ഒരു ആർമി ബേസ്ഡ് പടമായിരുന്നു. അത് ഒരു കൊമേഴ്ഷ്യൽ സംഭവം അല്ലായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഐറ്റം ഡാൻസും ഒക്കെ അതാ പറഞ്ഞത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യലിയും കൂടി പടം എല്ലാം കൊണ്ടും സെറ്റാക്കിയ ഒരു സിനിമ. എല്ലാം കൊണ്ടും ഋത്തിക്കും ദീപിക, അനിൽ കപൂർ ഒരു രക്ഷയില്ല. എല്ലാവരും കാരണം അതിൽ വന്നവണ എല്ലാ ആൾക്കാരും, ഇവർ 3 മാത്രമേ പേര് പറഞ്ഞുള്ളൂ, ബാക്കി വന്നവണ എല്ലാവരും കിടിലം സിനിമ. നല്ല പടമാണ്, ഫാമിലി എൻ്റർടൈനിങ് ആണ്, നല്ല അടിപൊളി ഡയറക്ഷൻ കാര്യങ്ങൾ അടിപൊളി. കാരണം നമ്മൾ കുറേ ആക്ഷൻ ബോളിവുഡിൽ ഈ സ്ഥിരം പാറ്റേൺ കുറേ വന്നിട്ടുണ്ടല്ലോ. ഈ ആക്ഷൻ അടിപൊളി ഇന്ത്യൻ ബേസ് ആമേ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ട്രൂ ഇൻസിഡന്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് കൂടുതൽ ആക്ഷൻ? ആക്ഷൻ നൈസാണ്, അത്യാവശ്യം ആക്ഷനും റൊമാൻസും. ഞാൻ കണ്ടു നോക്കാം, ഒരു രക്ഷയില്ല, കിടിലം പടം. സത്യം ഋതിക്ക് ഒരു രക്ഷയില്ല. മാർക്കായിട്ടുണ്ട്. VFX എടുത്തു പറയേണ്ട കാര്യം, കിടിലം VFX. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3D കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. ഞാൻ അറിയുന്നില്ല, പക്ഷേ കയറിയപ്പോൾ 3D ആയിരുന്നു. കിടിലം, ഞാൻ കണ്ടതിൽ വെച്ചാൽ കിടിലം 3D മൂവി, അടിപൊളി പടം. പത്താനെയൊക്കെ മുകളിൽ നിൽക്കുമെന്നാണോ? പത്താൻ ഞാൻ കണ്ടു. സത്യം പറയല്ലോ, പത്താൻ്റെ VFX അല്ലെങ്കിൽ പത്താൻ സിനിമ എനിക്ക് അത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് മൂവിയേ ഉള്ളൂ. പത്താനായാലും ശരി, ജവാനായാലും ശരി, വേറെ കൊണ്ടോ. പക്ഷേ ഇത് കാണേണ്ട പടം, ക്വാളിറ്റി പടം. മുകളിലുണ്ട് നല്ല ആക്ഷൻ. എയർഫോഴ്സിൻ്റെ ആണ് കൂടുതലായിട്ട്. അത് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല കണ്ടുകൊണ്ടിരിക്കാനുള്ള പറ്റിയ പടമാണ്. റിയൽ ഇൻസിഡൻസിനെ പറ്റിയിട്ടുള്ളായിരുന്നു. അത് എത്രത്തോളം സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ലോണം എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിങ് എല്ലാം കൊള്ളായിരുന്നു. VFX എത്ര നമുക്ക് എടുത്തറിയാൻ തോന്നിയില്ല. നല്ലോണം എടുത്തിട്ടുണ്ട്. VFX നമുക്ക് എടുത്തറിയാൻ പറ്റാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒറിജിനാലിറ്റി അടിപൊളിയായിട്ട്. VFX ഒക്കെ അടിപൊളിയാണ്. കഥ എങ്ങനെയുണ്ട്? മുന്നേ കണ്ട കുറെ ആക്ഷൻ ഇല്ല, കോപ്പി അടിയൊന്നും അല്ല, എല്ലാം ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും. ഫൈറ്റ് എല്ലാം അടിപൊളി. ഋത്തിക് റോഷൻ ഉണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് ഋത്തിക്കിന്റെ ഒരു അടിപൊളി കംബാക്ക് ആണ്. മറ്റേ സ്പൈ യൂണിവേഴ്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല, കണക്ഷൻ ആയിട്ട് നമുക്ക് മറ്റുള്ളതായിട്ടൊന്നും കമ്പയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനൊരു ഡയറ്റ് ഋത്തിക് ഫാനാണ്, അതുകൊണ്ട് പറയല്ല. നല്ല സ്റ്റോറി നല്ലതാണ്. പുൽവാമ വന്നിട്ട് അതിനെക്കുറിച്ച്, പിന്നെ അതിനകത്ത് 2 ഫൈറ്റേഴ്സിനെയൊക്കെ ഉള്ള ഒരു ഇൻസിഡൻസ് ആണ് അതിനകത്ത് പറയുന്നത്. ഋത്തിക് റോഷൻ ഒന്നും പറയാനില്ല. സ്ക്രീൻ പ്രസൻസ് എല്ലാവരും നൈസായിരുന്നു. അങ്ങനെയുണ്ട്. സെയിം സ്റ്റോറി ലൈൻ തന്നെ, പക്ഷേ ആ ഒരു നമുക്ക് അയാളെ സ്ക്രീൻ പ്രസൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇപ്പം ദീപിക പടുകോന്റെ ആയാലും എല്ലാവരും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു കംബാക്ക് ആയിരിക്കും ഋത്തിക് റോഷന്റെ തന്നെ. കൊള്ളാം, എല്ലാം നല്ല BGM ഒക്കെ കൊള്ളാം. 3D എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. മൊത്തത്തിൽ കൊള്ളാം. ഋത്തിക് റോഷന്റെ ഒരു കംബാക്ക് പോലെ പറയാൻ പറ്റുമോ ബോളിവുഡിൽ നിന്ന്? പറയാൻ പറ്റും.